19ാമത് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഓരോ കായിക ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. എല്ലാത്തിനും ഭാഗ്യചിഹ്നങ്ങളുണ്ട് അല്ലെ. പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും ഇന്ത്യക്ക് സ്വർണ്ണമുള്ളതില് അമ്പെയ്ത്തുണ്ട്. ഓക്കെ, അമ്പെയ്ത്തില് ഇന്ത്യക്ക് പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും എന്തുണ്ട്? ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല. നമ്മുടെ അടുത്ത LD തരത്തിലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് ഉള്ള ഒരു ഭാഗമാണ് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കായിക മേഖലയിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. അപ്പൊ ഈ ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളോടൊപ്പം തന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസുമായിട്ട് 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ആരൊക്കെയാണ് മെഡലുകൾ നേടിയത്, ഇന്ത്യയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ 2023 നടന്നത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് അല്ലെ. 2023 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് നടന്നത്. അത് ഓർത്ത് വെക്കണം. എത്രാമത് ഏഷ്യൻ ഗെയിംസ് ആണ്? രണ്ടാമത്തെ കാര്യം, 19ാമത് ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചൈനയിലെ ഹാങ്ഷു ആണ്. ചൈനയിലെ ഹാങ്ഷു ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത്. ചൈനയിലെ ഹാങ്ഷു ആണ്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ഒന്നും വരാൻ സാധ്യതയുള്ള ഒരു മേഖലയേ അല്ല അല്ലെ. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ചൈനയിലെ ഹാങ്ഷു ആയിരുന്നു അല്ലെ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. ഇനി ഈ 19ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത് 2022 2022 നടക്കേണ്ടിയിരുന്ന ഗെയിംസ് ആണ് നമ്മൾ കോവിഡ് കാരണം 2023 പോസ്റ്റ്പോൺ ചെയ്തത് അല്ലെ. 2022 നടക്കേണ്ടുന്ന ഏഷ്യൻ ഗെയിംസ് നമ്മൾ 2023 പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഹാങ്ഷു ഗെയിംസ് 2022 എന്ന് തന്നെയാണ് അല്ലെ. ഹാങ്ഷു ഗെയിംസ് 2022 എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിന് ഒരു ആപ്തവാക്യം ഉണ്ടായിരിക്കുമല്ലോ. എന്താണ് ആ ആപ്തവാക്യം എന്ന് പറയുന്നത്? ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ. ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ. എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഭാവിയിലൂടെ. ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് എന്നുള്ളതാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എന്താണ്? ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ. ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലൂടെ ഭാവിയിലേക്ക് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസ് 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വേദി ചൈനയാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മുൻപ് നമ്മുടെ ഏഷ്യൻ ഗെയിംസ്, ഇതിന് മുൻപ് നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 19ാമത് ഏഷ്യൻ ഗെയിംസിന് മുൻപ് നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു 2022 നടക്കേണ്ടിയിരുന്ന ഗെയിംസ് ആയിരുന്നു 2023 മാറ്റി. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഗെയിംസ് എന്ത് ചെയ്ത് നടന്നത്. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ചൈനയിലെ ഹാങ്ഷുവിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിന് എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ഓരോ കായിക ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. എല്ലാത്തിനും ഭാഗ്യചിഹ്നങ്ങളുണ്ട് അല്ലെ. എല്ലാത്തിനും ഭാഗ്യചിഹ്നങ്ങളുണ്ട്. നമ്മുടെ
ഫിഫ വേൾഡ് കപ്പ് 2022 ഫിഫ വേൾഡ് കപ്പ് നോക്കുവാണെങ്കിൽ അതിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ലാ ഈബ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോൾ സ്മാർട്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്ന 3 കുഞ്ഞൻ റോബോട്ടുകളായിരുന്നു. സ്മാർട്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്ന ഈ 3 കുഞ്ഞൻ റോബോട്ടുകളായിരുന്നു എന്തിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ചിലപ്പോ ആ രീതിയിൽ ചോദ്യം ചോദിക്കാം. 3 കുഞ്ഞൻ റോബോട്ടുകൾ എന്തിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു? 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിരുന്നു ഈ 3 കുഞ്ഞൻ റോബോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കുഞ്ഞൻ റോബോട്ടുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്മാർട്ട് ട്രിപ്പിൾസ് എന്നാണ് അവയെ നമ്മൾ പറയുന്നത്. സ്മാർട്ട് ട്രിപ്പിൾസ് എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. സ്മാർട്ട് ട്രിപ്പിൾസ് 3 കുഞ്ഞൻ റോബോട്ടുകൾ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ട്രിപ്പിൾസ് എന്തിന്റെ ഭാഗ്യചിഹ്നമാണ് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഇനി സ്മാർട്ട് ട്രിപ്പിൾസ് ആണെന്ന് അറിഞ്ഞില്ലേ? ഇനി ഈ 3 കുഞ്ഞു ക്യൂട്ട് ആയിട്ടുള്ള ഈ 3 റോബോട്ടുകളുടെ പേരും കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തത് സോങ് സോങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ. സോങ് സോങ്, സോങ് സോങ് അല്ലെങ്കിൽ കൊങ്കൊങ് എന്നും പറയാറുണ്ട് കേട്ടോ. സോങ് സോങ് അല്ലെങ്കിൽ കൊങ്കൊങ് എന്നും ഇതിനെ പറയാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ച് ഇരുന്നാൽ മതി. കാരണം നിങ്ങൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുന്നത് ചിലപ്പോൾ PSC ചിലപ്പോൾ സോങ് സോങ് എന്ന് ചോദിക്കാം, ചിലപ്പോൾ കൊങ്കൊങ് എന്ന് ചോദിക്കാം. അത് ആ ഒരു രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക. സോങ് സോങ് ഓർ കൊങ്കൊങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ. പഠിച്ചില്ലേ? ഇവര് 3 പേരുമാണ് ഈ 3 പേരുടെ പേരുകൾ എന്ന് പറയുന്നത്. സോങ് സോങ്, ലിയാൻ ലിയാൻ, ചെൻ ചെൻ എന്നിവയാണ്. ഈ 3 എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഈ 3 റോബോട്ടുകൾ, ഈ 3 സ്മാർട്ട് ട്രിപ്പിൾസ് എന്തിനെയാണ് കുറിക്കുന്നതെന്ന് ചോദിച്ചാൽ ചൈനയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 3 കുഞ്ഞൻ റോബോട്ടുകൾ അഥവാ സ്മാർട്ട് ട്രിപ്പിൾസ് എന്ന് പറയുന്നത്. ചൈനയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഈ കുഞ്ഞൻ റോബോട്ടുകൾ അഥവാ സ്മാർട്ട് ട്രിപ്പിൾസ് എന്ത് ചെയ്തിരിക്കുന്നത്? രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. നീല റോബോട്ട് ഉണ്ട്, അതാണ് ചെൻ ചെൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ചെൻ ചെന്നിനെ കുറിച്ചാണ്. ചെൻ ചെൻ, ചെൻ ചെൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നോക്കാം. ഗ്രാൻഡ് തടാകത്തെയാണ്, ചൈനയിലെ ഗ്രാൻഡ് തടാകത്തെയാണ് ചെൻ ചെൻ പ്രതിനിധീകരിക്കുന്നത്. ഓക്കെ, ഇനി എടുത്ത് നമുക്ക് മഞ്ഞ സോങ് സോങ് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നോക്കാം. ലിയാങ്ചൗ നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന സോങ് സോങ് എന്ന് പറയുന്നത്. ലിയാങ്ചൗ നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെ സൂചിപ്പിക്കുന്നതാണ് എന്താ? സോങ് സോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മഞ്ഞയാണ് സോങ് സോങ് എന്ന് പറയുന്നത്. ചൈനയിലെ ലിയാങ്ചൗ നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം മഞ്ഞ എന്താണെന്ന്. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് കാണാൻ നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ സാധിക്കും. ലിയാങ്ചൗ നഗരം, ഇത് ഗ്രാൻഡ് തടാകമാണ്. അടുത്തത് പച്ചയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ചെൻ ചെൻ എന്ന് പറയുന്നത് അല്ലെ? പച്ച ലിയാൻ ലിയാൻ ആണ്. ലിയാൻ ലിയാൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ചൈനയിലെ വെസ്റ്റ് തടാകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചൈനയിലെ വെസ്റ്റ് തടാകത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് നീലയാണ് അല്ലെ? നീലയെ നമ്മൾ എന്താണ് പറഞ്ഞത്? ചെൻചെൻ. ചെൻചെൻ ആണ് നീല എന്ന് പറയുന്നത്. നീല ഗ്രാൻഡ് തടാകത്തെ, ചൈനയിലെ ഗ്രാൻഡ് തടാകത്തെ സൂചിപ്പിക്കുമ്പോൾ അടുത്തത് മഞ്ഞ സോങ് സോങ് എന്ന് പറയുന്നത് ലിയാങ്ചൗ നഗരത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ പറഞ്ഞ ആരെയാണ്? സോങ് സോങ് കഴിഞ്ഞ ശേഷം നമ്മൾ ലിയാൻ ലിയാനെയാണ് പറഞ്ഞത് അല്ലെ? ലിയാൻ ലിയാൻ എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനയിലെ തന്നെ വെസ്റ്റ് തടാകത്തെ അല്ലെ? ചൈനയിലെ വെസ്റ്റ് തടാകത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന ലിയാൻ ലിയാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ 3 ഭാഗ്യചിഹ്നങ്ങളെ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഈ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടനം നടന്നത് എവിടെ വെച്ചാണ്? ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടനം നടന്നത് ബിഗ് ലോട്ടസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചാണ്? ബിഗ് ലോട്ടസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം നടന്നത്. അപ്പോ ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടനം നടന്നത് ചൈനയിലെ ബിഗ് ലോട്ടസ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഇനാഗുറേറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ചൈനീസ് പ്രസിഡന്റ് തന്നെയാണ്. ഏഷ്യൻ ഗെയിംസ് 19ാമത് ഏഷ്യൻ ഗെയിംസ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തിയത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ നമുക്ക് വേറെ തർക്കമൊന്നുമില്ല. ഇനി നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 2 പ്രധാനപ്പെട്ട ഈവന്റുകൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഇ സ്പോർട്സും മറ്റൊന്ന് ബ്രേക്ക് ഡാൻസും. ഒന്ന് ഇ സ്പോർട്സും
മറ്റൊന്ന് ബ്രേക്ക് ഡാൻസും. ഇത് രണ്ടും 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ 2 ഈവന്റുകളാണ്. പഠിച്ചു വെക്കണേ ഏതൊക്കെയാണ്? ഇ സ്പോർട്സും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് ഡാൻസുമാണ് പുതുതായിട്ട് ഉൾപ്പെടുത്തിയത്. ഇനി അടുത്തത് ഓരോ ടോപ്പിക് അല്ലെങ്കിൽ ഓരോ പോയിന്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച് തന്നെ പോവുക. ഇനി നമ്മുടെ ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 45 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 45 രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് എത്ര മത്സരാർത്ഥികൾ അല്ലെങ്കിൽ എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 655 കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്. ഒന്നുകൂടെ പറയാം, 45 രാജ്യങ്ങളാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. ഇന്ത്യയിൽ നിന്ന് 655 കായിക താരങ്ങൾ പങ്കെടുത്തു. ക്ലിയർ ആയില്ലേ? ഇനി ഇന്ത്യയുടെ ടീം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ള ഏഷ്യൻ ഗെയിംസ് താരങ്ങളുടെ സ്പോൺസേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അമൂലാണ്. ആരാണ് സ്പോൺസേഴ്സ്? അമൂലാണ് സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അമൂലായിരുന്നു സ്പോൺസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച മത്സര ഇനം ഏതാണ്? സ്വർണ്ണ മെഡൽ അല്ല, ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ച മത്സര ഇനം. ഒന്നുകൂടെ പറയുവാണ്, 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ദാ കിടക്കുന്നു, അത്ലറ്റിക്സ് ആണ്. ഏതാണ് മത്സര ഇനം എന്ന് പറയുന്നത്? അത്ലറ്റിക്സ് ആണ്. ഇന്ത്യക്ക് 6 സ്വർണം ഉൾപ്പെടെ 29 മെഡലുകളാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചത്. അതായത് ഇന്ത്യ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഏഷ്യൻ ഗെയിംസ് ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത്ലറ്റിക്സ് ആണ്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചിട്ടുണ്ട്? 29 മെഡലുകളാണ് ലഭിച്ചത്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് എത്ര സ്വർണം ലഭിച്ചിട്ടുണ്ട്? 6 സ്വർണമാണ് ലഭിച്ചത്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നിങ്ങളുടെ ചോദ്യമാണ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ലഭിച്ച വിഭാഗം ഏത് അല്ലെങ്കിൽ മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്കറിയാം, ഷൂട്ടിംഗ് ആണ് അല്ലെ? ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് 7 സ്വർണമുണ്ട്. 7 സ്വർണം ഉൾപ്പെടെ 22 മെഡലാണ് ഇന്ത്യക്ക് ഷൂട്ടിംഗിൽ ലഭിച്ചത്. ക്ലിയർ ആയോ? രണ്ടും 2 ഫാക്റ്റുകളാണ്. രണ്ടും 2ആയി തന്നെ പഠിച്ചു വെക്കുക. ഒന്നെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ മെഡൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്വർണം വരും, വെള്ളി വരും, വെങ്കലം വരും. എന്നാൽ അത് നമ്മൾ പറഞ്ഞു അത്ലറ്റിക്സ് ആണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ലഭിച്ച മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ മാറും, അത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് 7 സ്വർണ്ണ മെഡലുകൾ ഉണ്ടായിരുന്നു. എത്ര സ്വർണ്ണ മെഡലുകൾ ഉണ്ടായിരുന്നു? 7 സ്വർണ്ണ മെഡലുകൾ ഉണ്ടായിരുന്നു. ഇനി അമ്പെയ്ത്തില് 5 സ്വർണം ഉൾപ്പെടെ ഇന്ത്യക്ക് 9 മെഡലുകളാണ് ഉണ്ടായിരുന്നത്. അമ്പെയ്ത്തില് ഇന്ത്യക്ക് 5 സ്വർണം ഉൾപ്പെടെ 9 മെഡലുകളാണ് അമ്പെയ്ത്തിൽ ഉണ്ടായിരുന്നത്. ഗുസ്തിയില് 6 മെഡലുകളാണ് ഉണ്ടായിരുന്നത്. ഗുസ്തിയില് 6 മെഡലുകൾ. സ്ക്വാഷ്, ബോക്സിംഗ്, തുഴച്ചിൽ എന്നിവയിൽ 5 മെഡലുകളാണ് ഓരോ ഇനത്തിലും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ അമ്പെയ്ത്തില് 5 സ്വർണം ഉൾപ്പെടെ 9 മെഡല്, ഗുസ്തിയിൽ 6 മെഡലുകളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. ആരൊക്കെയാണ് ഈ മെഡലുകൾ കരസ്ഥമാക്കിയതെന്ന് നോക്കാനായിട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. സോങ്സിങ്ങിന്റെ കാര്യവും ലിയാന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു വർഷം 2022 നടക്കേണ്ടുന്ന ഈവന്റ് ആണ്. 2023 നടന്നതെങ്കിലും നമ്മൾ പറയുന്നത് എന്താണ്? ഹാങ്ഷു 2022, ഹാങ്ഷു ഗെയിംസ് 2022 എന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നതെന്ന് ഓർത്തു വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചൈന ആണ് ഈ ഒരു 19ാമത് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അത് നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ. ചൈന എത്രാമത്തെ തവണയാണ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്? അടുത്ത ചോദ്യമാണ്. അടുത്ത എക്സാമിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ചോദ്യമാണ്. ചൈന ഇത് എത്രാം തവണയാണ് 19 അല്ലെങ്കിൽ ഈ 2023 ഏഷ്യൻ ഗെയിംസിന് വേദിയായെന്ന് ചോദിച്ചാൽ 3-ാം തവണയാണ്. ചൈന ഇതിപ്പോ 3-ാം തവണയാണ് ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത്. മുൻപ് 1990, 2010 വർഷങ്ങളിൽ ചൈന എന്ത് ചെയ്തിട്ടുണ്ട്? ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട്. 1990, 2010, ഇപ്പൊ വന്നിട്ട് 2023. അപ്പോ ചൈന എത്ര
പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട്. ചൈന 3 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട് അല്ലെ. ചൈന എത്ര പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട്? 3 പ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് 2023, മുൻപ് 2010, 1990 വർഷങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള ചോദ്യമാണ്, ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു? ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന ഫാക്റ്റ് ആണ്. ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു? ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് പറയുമല്ലോ. ചൈന 3 തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ എത്ര തവണ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു? ഓക്കെ, ശരി. ഇനി നമുക്ക് ഏഷ്യൻ ഗെയിംസിലേക്ക് കടക്കുവാണ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസില് ഇന്ത്യയുടെ പതാക ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യയുടെ പതാക ഏന്താൻ നിയോഗിക്കപ്പെട്ടത് ആരൊക്കെയാണ്? ഏഷ്യൻ ഗെയിംസില് ഇന്ത്യയുടെ പതാക ഏന്താൻ നിയോഗിക്കപ്പെട്ടത് 2 വ്യക്തികളാണ്. എത്ര വ്യക്തികളാണ്? 2 വ്യക്തികളാണ്, 2 പ്രധാനപ്പെട്ട വ്യക്തികൾ. ഒന്ന് ഹർമൻപ്രീത് സിംഗും 2 ലവ്ലീന ബോർഗോഹെയ്നുമാണ്. ഒന്ന് ഹർമൻപ്രീത് സിംഗ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. മറ്റൊന്ന് നമ്മുടെ ബോക്സിംഗ് താരം ലവ്ലീന ബോർഗോഹെയ്ൻ ആണ്. അപ്പൊ 2 പേരാണ് ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്താൻ നിയോഗിക്കപ്പെട്ടത്. 2 പേര് ആരൊക്കെയാണ്? ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നും. ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നും. പഠിച്ചില്ലേ? എന്റെ കൂടെ പഠിച്ചു പൊക്കോ. അടുത്തത് നമ്മൾ ഓരോ ഇനത്തിലേക്ക് കടക്കുവാണ്. ഓരോന്നിലും ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ പഠിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങളോട് പറയുവാണ്, ഇതിനകത്ത് ടീമുണ്ട്. പല മത്സരങ്ങളിലും ടീം വിഭാഗത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യക്ക് മെഡൽ നേട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അത് എടുത്തു പറയും, ടീം വിഭാഗത്തിലാണോ വ്യക്തിഗത വിഭാഗത്തിലാണോ എന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഏതിലൊക്കെയാണ് ടീം വിഭാഗത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യക്ക് മെഡലുകൾ ലഭിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യത്തത്, അപ്പോ പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തില് ലോക റെക്കോർഡോടുകൂടി ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയത് ഇന്ത്യയുടെ ടീമാണ്. ലോക റെക്കോർഡോടുകൂടി. അപ്പൊ ചോദ്യം ഇങ്ങനെ ആയിരിക്കും, 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ലോക റെക്കോർഡോടുകൂടി ഇന്ത്യക്ക് മെഡൽ ലഭിച്ച ഇനമേത്? അതങ്ങനെ ചോദിച്ചാൽ പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനമാണ്. പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനമാണ്. ഇനി ഈ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയ ടീം അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഷൂട്ടർമാരായിട്ടുള്ള ദിവ്യാൻഷ് സിംഗ് പൻവാർ, 2 ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ, 3 രുദ്രാംശ് പാട്ടീൽ. ഇവര് 3 പേരുമാണ് നമ്മുടെ ഈ ഒരു ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിയ പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്ന 3 പേരെ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു? രുദ്രാംശ് പാട്ടീൽ, അതുപോലെ തന്നെ ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ, ദിവ്യാൻഷ് സിംഗ് പൻവാർ. എന്നൂടെ പറഞ്ഞേ, ദിവ്യാൻഷ് സിംഗ് പൻവാർ, ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ, രുദ്രാംശ് പാട്ടീൽ. ഇവര് 3 പേരുമാണ് ഈ ഒരു 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തില് ഇന്ത്യക്ക് ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടിക്കൊടുത്തത്. അത് ക്ലിയർ അല്ലേ? അടുത്തതിലേക്ക് പോകാം. നമ്മുടെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം വിഭാഗത്തില് ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഓക്കെ, 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. നമ്മുടെ പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തില് ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്ന പോലെ തന്നെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ടീം വിഭാഗത്തില് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന അംഗങ്ങൾ ആരൊക്കെയാണ്? അർജുൻ സിംഗ് ചീമ, ശിവ നർവാൾ, സരബ്ജോത് സിംഗ്. ഇവര് 3 പേരുമാണ് ഈ ഒരു എയർ പിസ്റ്റൾ ടീം വിഭാഗത്തിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഓക്കെ, 10 മീറ്റർ എയർ പിസ്റ്റളിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അവിടെയും എന്തുണ്ടായിരുന്നു? ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അർജുൻ സിംഗ് ചീമ, ശിവ നർവാൾ, സരബ്ജോത് സിംഗ് ഇവരായിരുന്നു ടീം അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യമാണ് പുരുഷന്മാരുടെ വിഭാഗത്തിൽ പഠിച്ചത്. ഒന്ന് 10 മീറ്റർ റൈഫിൾ ടീം, ഒന്ന് 10 മീറ്റർ റൈഫിൾ ടീം, അത് ലോക റെക്കോർഡ് ഉണ്ടായിരുന്നു റൈഫിളില്. രണ്ടാമത്തത് എയർ പിസ്റ്റളില് ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ എയർ പിസ്റ്റൾ ടീം വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസില്
അമ്പെയ്ത്ത് മത്സരത്തില് പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണം ഉണ്ടായിരുന്നു. പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ചോദ്യം വരും, താഴെ പറയുന്നവയിൽ ഏതൊക്കെ ഇനങ്ങളിൽ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് പുരുഷ വനിതാ ഇനങ്ങളിൽ അല്ലെങ്കിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സ്വർണമുണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ചില വിഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് ഓർത്തിരുന്ന് നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പുരുഷ ക്രിക്കറ്റിലും വനിതാ ക്രിക്കറ്റിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. കബഡി നോക്കുവാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഏഷ്യൻ ഗെയിംസില് അമ്പെയ്ത്ത് മത്സരത്തില് പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും ഇന്ത്യക്ക് സ്വർണം നേടി. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും ഇന്ത്യക്ക് സ്വർണം ഉള്ളതിൽ അമ്പെയ്ത്ത് ഉണ്ട്. ഓക്കെ, അമ്പെയ്ത്തില് ഇന്ത്യക്ക് പുരുഷ ഇനത്തിലും വനിതാ ഇനത്തിലും എന്തുണ്ട്? സ്വർണ്ണമുണ്ട്. നോക്കാം. പുരുഷ കോമ്പൗണ്ട് അമ്പെയ്ത്തിനകത്ത് ഓജസ് പ്രവീൺ, അഭിഷേക് വർമ്മ, പ്രഥമേഷ് സമാധാൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ പുരുഷ കോമ്പൗണ്ട് അമ്പെയ്ത്തില് ഓജസ് പ്രവീൺ, അഭിഷേക് വർമ്മ, പ്രഥമേഷ് സമാധാൻ. വനിതാ കോമ്പൗണ്ട് അമ്പെയ്ത്ത് ഇനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പർണീതി കൗർ, ജ്യോതി സുരേഖ, അതിഥി സ്വാമി എന്നിവർക്കാണ് സ്വർണം ലഭിച്ചത്. ഈ അതിഥി സ്വാമിയൊക്കെ നമ്മുടെ ലോക അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കൂടിയാണ് അതിഥി സ്വാമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അതിഥി സ്വാമിക്ക് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ അമ്പെയ്ത്ത് വനിതാ കോമ്പൗണ്ട് ഇനത്തിലും എന്തുണ്ടായിരുന്നു? ആ ടീമില് കൂടെ സ്വർണം ഉണ്ടായിരുന്നു. പർണീതി കൗർ, ജ്യോതി സുരേഖ, അതിഥി സ്വാമി. ഓക്കെ, ഇനി അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ വ്യക്തിഗത വിഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചില കാര്യങ്ങൾ ഇന്ത്യക്ക് ടീമിനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ അമ്പെയ്ത്തില് കോമ്പൗണ്ട് ടീമിനത്തിലും വ്യക്തിഗത വിഭാഗത്തിലും എന്തുണ്ടായിരുന്നു? സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ വ്യക്തിഗത പുരുഷന്മാരുടെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് ഓജസ് പ്രവീണാണ്. ഓജസ് പ്രവീണ. വനിതകളുടെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയത് ജ്യോതി സുരേഖയാണ്. ജ്യോതി സുരേഖ. പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു അമ്പെയ്ത്തില് ഇന്ത്യക്ക് പുരുഷ വനിതാ വിഭാഗത്തിൽ സ്വർണമുണ്ട്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ് അതാണ്. 2, പുരുഷ കോമ്പൗണ്ട് ടീമിനത്തിലും വനിതാ കോമ്പൗണ്ട് ടീമിനത്തിലും അമ്പെയ്ത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. അതിൽ പുരുഷ കോമ്പൗണ്ട് ഇനത്തില് ആരുണ്ട്? ഓജസ് പ്രവീൺ ഉണ്ട്. ഓജസ് പ്രവീണ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം ഉണ്ടായിരുന്നു. വനിതാ കോമ്പൗണ്ട് വിഭാഗത്തിൽ ആരുണ്ട്? ജ്യോതി സുരേഖ ഉണ്ട്. ജ്യോതിക്ക് വ്യക്തിഗത ഇനത്തിലും സ്വർണം ഉണ്ടായിരുന്നു. ഓക്കെ, ബാക്കി രണ്ടുപേരുടെ പേരും കൂടെ പഠിച്ചാൽ പോരെ രണ്ടിലും. ഓജസ് പ്രവീൺ, അഭിഷേക് വർമ്മ, പ്രഥമേഷ് സമാധാൻ. ഇവിടെ ആരൊക്കെയുണ്ട്? അതിഥി സ്വാമി ഉണ്ട്, പർണീതി കൗർ ഉണ്ട്, ജ്യോതി സുരേഖ ഉണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ വനിതാ ക്രിക്കറ്റില് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഏഷ്യൻ ഗെയിംസില് വനിതാ ക്രിക്കറ്റിലും അതുപോലെ തന്നെ പുരുഷ ക്രിക്കറ്റിലും എന്തുണ്ടായിരുന്നു? ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു അല്ലെ? വനിതാ ക്രിക്കറ്റിലും പുരുഷ ക്രിക്കറ്റിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ, അപ്പൊ ഇന്ത്യയിൽ നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് ക്രിക്കറ്റിൽ സ്വർണം ലഭിക്കുന്നത് കേട്ടോ. അപ്പോ ശ്രീലങ്കയെ തകർത്താണ് സ്വർണം നമ്മുടെ വനിതാ ടീം കരസ്ഥമാക്കിയത്. ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഏഷ്യൻ ഗെയിംസിലെ വനിതാ ക്രിക്കറ്റില് നമ്മുടെ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചത്. അവിടെ ചോദിച്ചൊരു ചോദ്യം കണ്ടോ? നമ്മുടെ 2023 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഈ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം അല്ലെ? ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് അല്ലെ? ഹർമൻപ്രീത് കൗർ ആണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ഏഷ്യൻ ഗെയിംസിൽ വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീം അംഗമായ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് മിന്നുമണിയാണ്. മിന്നുമണിയെ ഓർത്തിരിക്കണേ. മിന്നുമണിയെ കുറിച്ച് മുൻപും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ വനിതാ സീനിയർ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ് ആരെന്ന് പറയുന്നത്? മിന്നുമണി എന്ന് പറയുന്നത്. വനിതാ പ്രീമിയർ ലീഗിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ആദ്യ മലയാളിയാണ് മിന്നുമണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ നേടിയ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മലയാളിയാണ് ആരെന്ന് പറയുന്നത്? മിന്നുമണി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം. ഏഷ്യൻ ഗെയിംസിൽ അവർക്ക് സ്വർണം ഉണ്ടായിരുന്നു. ശ്രീലങ്കയാണ് പരാജയപ്പെടുത്തിയത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഉണ്ടായിരുന്ന മലയാളി മിന്നുമണിയാണ്. ഇനി നമുക്ക് പുരുഷ ക്രിക്കറ്റിലേക്ക് നോക്കാം. പുരുഷ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെയും ഇന്ത്യയാണ് സ്വർണം കരസ്ഥമാക്കിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ത്യക്ക്
പുരുഷ ക്രിക്കറ്റിൽ സ്വർണം ലഭിച്ചത്. അതായത് ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു ഇന്ത്യ മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ ഒരു മത്സരം മഴ കാരണം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ റാങ്കുകളുടെ പരിഗണന വെച്ച് അല്ലെങ്കിൽ റാങ്കുകളുടെ മുൻതൂക്കം വെച്ചായിരുന്നു ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്, ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയെ വിജയികളായിട്ട് പ്രഖ്യാപിച്ചതെന്ന് ഓർത്തിരിക്കണം. അഫ്ഗാനിസ്ഥാൻ വെള്ളി നേടിയപ്പോ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ബംഗ്ലാദേശ് വെങ്കലം കരസ്ഥമാക്കുകയായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു പുരുഷ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഋതുരാജ് ഗെയ്ക്വാദ്, അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഋതുരാജ് ഗെയ്ക്വാദ് ആണ് നമ്മുടെ 2023 ഏഷ്യൻ ഗെയിംസില് പുരുഷ ക്രിക്കറ്റിൽ സ്വർണം നേടിയ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. നമ്മുടെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഈ ഒരു ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. അവിടെ നമുക്ക് വെങ്കലം ലഭിച്ചത് ബംഗ്ലാദേശിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്രയും കാര്യങ്ങള്? ശരി, അടുത്തതാ പുരുഷന്മാരുടെ ഡബിൾ റോവിംഗില് ഇന്ത്യക്ക് വെള്ളി ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ ഡബിൾ റോവിംഗില് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേട്ടമുണ്ടായിരുന്നു. അർജുൻ ലാൽ ജാട്ടും അരവിന്ദ് സിംഗുമാണ് വെള്ളി മെഡൽ നേടിയ താരങ്ങൾ എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ ഡബിൾ റോവിംഗിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത താരങ്ങൾ ആരൊക്കെയാണ്? അർജുൻ ലാൽ ജാട്ടും അരവിന്ദ് സിംഗും. അർജുനും അരവിന്ദുമാണ് ഡബിൾ റോവിംഗില് ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്ത താരങ്ങൾ. അർജുനും അതുപോലെ തന്നെ അരവിന്ദും. അടുത്തത് വനിതകളുടെ 10 മീറ്റർ റൈഫിൾ ടീമിന് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പഠിച്ചത് പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തെ കുറിച്ചാണ് അല്ലെ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യ ലോക റെക്കോർഡോടുകൂടി സ്വർണം നേടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇവിടെ വനിതകളുടെ റൈഫിൾ ടീം ഇനത്തില് ഇന്ത്യക്ക് വെള്ളി മെഡലാണ് ലഭിച്ചത്. ഓക്കെ, അപ്പൊ വനിതകളുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തില് വെള്ളി മെഡൽ നേടിയ താരങ്ങള് രമിത ജിൻഡാൽ ഉണ്ട്, ആഷി ചൗക്സി ഉണ്ട്, മെഖുലി ഘോഷ് ഉണ്ട്. അപ്പൊ വനിതകളുടെ 10 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഇന്ത്യക്ക് എന്തായിരുന്നു? വെള്ളി മെഡൽ ആയിരുന്നു. പുരുഷന്മാരുടെ 10 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ലോക റെക്കോർഡോടുകൂടി ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. വനിതകളിലേക്ക് വന്നപ്പോൾ അത് വെള്ളിയായി. അപ്പോ രമിത ജിൻഡാൽ, ആഷി ചൗക്സി, മെഖുലി ഘോഷ്. രമിത ജിൻഡാൽ, ആഷി ചൗക്സി, മെഖുലി ഘോഷ് ഇവരായിരുന്നു ടീം അംഗങ്ങൾ. ഇനി ഇതിൽ വ്യക്തിഗത വിഭാഗത്തിലും നമുക്ക് മെഡൽ ഉണ്ടായിരുന്നു. നമ്മുടെ രമിത ജിൻഡാലിന് വെങ്കലമാണ് ലഭിച്ചത്. അപ്പൊ വനിതകളുടെ 10 മീറ്റർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ രമിത ജിൻഡാലിന് വെങ്കല മെഡലാണ് ലഭിച്ചത്. വനിതകളുടെ വ്യക്തിഗത ഇനത്തിൽ 10 മീറ്റർ റൈഫിളില് രമിത ജിൻഡാലിന് വെങ്കലമാണ് ലഭിച്ചത്. ഇനി നമ്മുടെ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പേര് പഠിച്ചു വെച്ചിരിക്കണം. വ്യക്തിഗത വിഭാഗമാണ്. വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്ക് വ്യക്തിഗത വിഭാഗത്തിൽ റെക്കോർഡോടുകൂടിയാണ് സ്വർണം ലഭിച്ചത്. റെക്കോർഡോടുകൂടിയാണ് സ്വർണം ലഭിച്ചത്. അത് ആർക്കാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള സ്വിഫ്റ്റ് സംറയ്ക്കാണ് ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ ഗെയിംസില് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനില് വ്യക്തിഗത വിഭാഗത്തില് റെക്കോർഡോടുകൂടി സ്വർണം ലഭിച്ചത്. റെക്കോർഡോടുകൂടിയാണ് സ്വിഫ്റ്റ് സംറയ്ക്ക് സ്വർണം ലഭിച്ചത്. റെക്കോർഡോടുകൂടി എന്ന് പഠിച്ചു വെക്കുക. ഇനി ഈ ഒരു 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനില് ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? ടീം ഇനത്തില് എന്തായിരുന്നു? ഇന്ത്യക്ക് വെള്ളി മെഡലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്ന. ടീം ഇനത്തില് ഇന്ത്യക്ക് വെള്ളി മെഡലായിരുന്നു. ഇതേ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ വ്യക്തിഗത ഇനത്തില് ഇന്ത്യയുടെ ആഷി ചൗക്സിക്ക് വെങ്കലവും ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ, ഒന്നുകൂടെ പറയാം. അതായത് നമ്മള് വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനെ കുറിച്ചാണ് പറയുന്നത്. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ വിഭാഗത്തില് വ്യക്തിഗത വിഭാഗവും ഉണ്ട്, ടീം വിഭാഗവും ഉണ്ട്. അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? വ്യക്തിഗത വിഭാഗത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലും ഉണ്ട്, വെങ്കല മെഡലും ഉണ്ട്. സ്വർണ്ണ മെഡൽ ആരാണ് നേടിയത്? സ്വർണ്ണ മെഡൽ നേടിയത് സ്വിഫ്റ്റ് സംറയാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ഇന്ന് ഞാൻ പറഞ്ഞു വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ കൂടെ ഉണ്ടായിരുന്നു. വെങ്കല മെഡൽ നേടിയത് ആരാണ്? അത് ആഷി ചൗക്സിയാണ് വെങ്കല മെഡൽ നേടിയത്. ഇത് നമ്മൾ വ്യക്തിഗത വിഭാഗത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ടീം ഇനം നോക്കാം. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ
ടീം ഇനത്തിൽ വരുമ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് സംറയും ആഷി ചൗക്സിയും മണിനി കൗശിക്കും ഉള്ള അതേ ടീമിൽ അവർക്ക് വെള്ളി മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. വെള്ളി മെഡൽ ടീം ഇനത്തിലേക്ക് വന്നപ്പോൾ വെള്ളിയാണ് ലഭിച്ചത്. വ്യക്തിഗത ഇനം വന്നപ്പോൾ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു, വെങ്കലം ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ആ കാര്യം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അടുത്തതിലേക്ക് പോകാം. നമ്മുടെ വനിതകളുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ ടീം, വനിതകളുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ ടീമിനം, വനിതകളുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ ടീമിനത്തിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഓക്കെ, അത് ടീമാണ്. 25 മീറ്റർ റാപ്പിഡ് ഫയർ ടീമിനത്തിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. മനു ഭാക്കർ, ഇഷ സിംഗ്, റിതം സജ്വാൻ. മനു ഭാക്കർ, ഇഷ സിംഗ്, റിതം സജ്വാൻ. ഒന്നുകൂടെ പറഞ്ഞേ, മനു ഭാക്കർ, ഇഷ സിംഗ്, റിതം സജ്വാൻ. ഇവർ 3 പേരുമാണുള്ളത്. മനു ഭാക്കർ, ഇഷ സിംഗ്, റിതം സജ്വാൻ. ഇവർ 3 പേരായിരുന്നു ടീം അംഗങ്ങളിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 പേരടങ്ങുന്ന ടീമിന് ഇന്ത്യക്ക് സ്വർണ്ണ മെഡലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3 പേരടങ്ങുന്ന ടീമിന്. ഇനി വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ, ഇതില് വ്യക്തിഗത വിഭാഗത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യക്ക് വെള്ളി മെഡൽ കൂടെയുണ്ട്. ഇഷ സിംഗിനായിരുന്നു വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇഷ സിംഗിനാണ് വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ വനിതകളുടെ 25 മീറ്റർ റാപ്പിഡ് ഫയർ ടീം ഇനത്തില് ഇന്ത്യക്ക് സ്വർണ്ണമാണ് ഉണ്ടായിരുന്നത്. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വ്യക്തിഗത വിഭാഗത്തിൽ ഇന്ത്യക്ക്, നമ്മുടെ ഇന്ത്യയുടെ ഇഷ സിംഗിന് വെള്ളി മെഡലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 25 മീറ്ററിൽ ഇന്ത്യക്ക് ടീമിനത്തിൽ സ്വർണവും വ്യക്തിഗത വിഭാഗത്തില് വെള്ളിയുമാണ് ലഭിച്ചത്. ഇനി നമ്മുടെ സെയിലിംഗില് ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടി ഏഷ്യൻ ഗെയിംസില് സെയിലിംഗിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിയ താരമാണ് നേഹ താക്കൂർ എന്ന് പറയുന്നത്. നേഹ താക്കൂർ. വെങ്കലം കൂടി ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. ഇബാദ് അലിക്കാണ് വെങ്കലം ലഭിച്ചത്. അപ്പൊ എഴുതി വെക്കണം, സെയിലിംഗിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടോ? സെയിലിംഗിൽ ഇന്ത്യക്ക് സ്വർണം ഇല്ല. സെയിലിംഗിൽ ഇന്ത്യക്ക് പകരമുള്ളത് എന്താണ്? സെയിലിംഗിൽ ഇന്ത്യക്ക് ഒരു സിൽവർ മെഡൽ അഥവാ നമ്മുടെ വെള്ളി മെഡലാണ് ലഭിച്ചത്. അത് നേടിക്കൊടുത്തത് ആരാണ്? നേഹയാണ് ഈ പറയുന്ന വെള്ളി മെഡൽ നേടിയത്. ഇനി സെയിലിംഗിൽ ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ കൂടിയുണ്ട്. സെയിലിംഗിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ നേടിക്കൊടുത്തത് ആരാണ്? അത് ഇബാദ് അലിയാണ്, അല്ലെ? ഇബാദ് അലിയാണ് വെങ്കല മെഡൽ നേടിക്കൊടുത്തത്. അപ്പൊ സെയിലിംഗിൽ ഇന്ത്യക്ക് എന്തില്ല? സ്വർണം ഇല്ല. അടുത്തതാ ടെന്നീസ് മിക്സഡ് ഡബിൾസ്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിലാ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സ്വർണ്ണ മെഡൽ നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ സഖ്യമാണ്. രോഹൻ ബൊപ്പണ്ണയെ കുറിച്ച് ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പണില് പുരുഷ ഡബിൾസിലൊക്കെ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പുരുഷ ഡബിൾസിലെ വിജയിയാണ് രോഹൻ ബൊപ്പണ്ണയുടെ സഖ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏഷ്യൻ ഗെയിംസിൽ 19ാമത് ഏഷ്യൻ ഗെയിംസില് ടെന്നീസ് മിക്സഡ് ഡബിൾസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വനിതയും ഒരു പുരുഷനും കാണും. അപ്പൊ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ 3ാം സ്വർണ്ണമാണ് ഈ ഒരു 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ലഭിച്ചത്. ബൊപ്പണ്ണയുടെ 2ാം മെഡലാണ്. ഓക്കെ, ഏഷ്യൻ ഗെയിംസിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ 3ാം സ്വർണ്ണവും ബൊപ്പണ്ണയുടെ 2ാമത്തെ മെഡലുമാണ് 2023 ലഭിച്ചത് കേട്ടോ. അപ്പോ ഏഷ്യൻ ഗെയിംസിൽ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ സഖ്യമാണ് നേടിയത് സ്വർണ്ണ മെഡൽ. രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ സഖ്യമാണ് നേടിയത്. ഇനി നമ്മുടെ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിൽ സ്ക്വാഷില് സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എഴുതണം, സ്ക്വാഷില് ഇന്ത്യക്ക് സ്വർണം ഉണ്ടോ? യെസ്, സ്ക്വാഷില് ഇന്ത്യക്ക് സ്വർണം ഉണ്ട്. അപ്പൊ സ്ക്വാഷില് ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്ത ടീം ഏത്? ടീം അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സൗരവ് ഘോഷാൽ, അഭയ് സിംഗ്, മഹേഷ് മങ്കോക്കർ. മഹേഷ് മങ്കോക്കർ എന്നിവർക്കാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി സ്ക്വാഷ് നേടിയ ടീം അംഗങ്ങൾ എന്ന് പറയുന്നത്. ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്?
പാകിസ്ഥാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അപ്പോ ഇന്ത്യക്ക് സ്ക്വാഷിൽ ഒരു സ്വർണം ലഭിച്ചായിട്ട് നമ്മൾ പഠിച്ചു അല്ലെ. ഇന്ത്യക്ക് സ്ക്വാഷിൽ ഒരു സ്വർണം ഉണ്ട് അല്ലെ. ആ സ്ക്വാഷിൽ സ്വർണം ലഭിച്ച ടീം അംഗങ്ങൾ ആരൊക്കെയാണ്? സൗരവ് ഘോഷാൽ ഉണ്ട്, അഭയ് സിംഗ് ഉണ്ട്, മഹേഷ് മങ്കോക്കർ ഉണ്ട്. സ്ക്വാഷിൽ ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ പാകിസ്ഥാനെയാണ് പരാജയപ്പെടുത്തിയത്. അടുത്തത് നമുക്ക് നോക്കാം. നമ്മുടെ മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ്. മിക്സഡ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് പുരുഷന്മാരുടെ അല്ല, വനിതകളുടെ അല്ല, മിക്സഡ് ടീമാണ്. മിക്സഡ് ടീം. അപ്പൊ അവിടെ ഒരു വനിതയും വരും, ഒരു പുരുഷനും ഉണ്ടായിരിക്കും. അപ്പൊ മിക്സഡ് ടീം 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിങ്ങില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെള്ളി മെഡൽ നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സരബ്ജോത് സിംഗും ദിവ്യ സുബ്ബരാജുവാണ്. സരബ്ജോത് സിംഗും ദിവ്യ സുബ്ബരാജുവാണ്. അപ്പോ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടോ? ഇല്ല. അവിടെ ഇന്ത്യക്ക് ഉള്ളത് ഒരു വെള്ളി മെഡലാണ് കേട്ടോ. മിക്സഡ് 10 മീറ്റർ മിക്സഡ് ടീം 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തില് ഇന്ത്യക്ക് എന്താണുള്ളത്? വെള്ളി മെഡലാണുള്ളത് അല്ലെ. ഇന്ത്യക്ക് വെള്ളി മെഡലാണുള്ളത്. സരബ്ജോത് സിംഗും ദിവ്യ സുബ്ബരാജുവാണ് ഇന്ത്യക്ക് ആ വെള്ളി മെഡൽ നേടിക്കൊടുത്തത്. അടുത്തത് നമ്മുടെ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തില് ഇന്ത്യക്ക് ഒരു വെള്ളി മെഡലും ഉണ്ട്, ഒരു വെങ്കലവും ഉണ്ട്. പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടം. അപ്പൊ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടം, 10,000 മീറ്ററിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടോ? ഇല്ല. ഇന്ത്യക്ക് സിൽവർ മെഡൽ ഉണ്ടോ? ഉണ്ട്. ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ 10,000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ ലഭിച്ചത് കാർത്തിക് കുമാറിനും വെങ്കലം ലഭിച്ചത് ഗുൽവീർ സിംഗിനുമാണ്. അപ്പൊ 10,000 മീറ്റർ ഓട്ടത്തില് ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയത് കാർത്തിക് കുമാറും വെങ്കലം നേടിയത് ഗുൽവീർ സിംഗുമാണ്. ഓക്കെ. അപ്പൊ 10,000 മീറ്റർ ഓട്ടത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. 10,000 മീറ്റർ ഓട്ടത്തില് ഇന്ത്യക്ക് സ്വർണ്ണമില്ല, പക്ഷെ വെള്ളിയും വെങ്കലവും ഉണ്ട് അല്ലെ. വെള്ളിയും ഉണ്ട്, വെങ്കലവും ഉണ്ട്. കാർത്തിക് കുമാറിനാണ് വെള്ളി ലഭിച്ചത്, ഗുൽവീർ സിംഗിനാണ് വെങ്കല മെഡൽ ലഭിച്ചത്. അടുത്തതിലേക്ക് പോകാം. പുരുഷ ലോങ് ജമ്പിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിയത് നമ്മുടെ മുരളി ശ്രീശങ്കർ ആണ്. പഠിച്ചു വെച്ചോടെ. മുരളി ശ്രീശങ്കർ ആണ് ഏഷ്യൻ ഗെയിംസിലെ പുരുഷ ലോങ് ജമ്പിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിയത്. അതുപോലെ തന്നെ 1500 മീറ്ററിൽ ഇന്ത്യക്കായിട്ട് വെങ്കലം നേടിയത് ജിൻസൺ ജോൺസൺ ആണ്. 1500 മീറ്ററിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത്. മലയാളികളായതുകൊണ്ടാണ് ഇവരുടെ നേട്ടം എടുത്തു പഠിക്കുന്ന. വെള്ളി മെഡൽ ആയിരുന്നാലും നമ്മൾ എടുത്തു പഠിക്കുന്നത് കേട്ടോ. അപ്പൊ പുരുഷ ലോങ് ജമ്പിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിയത് ആരാണ്? മുരളി ശ്രീശങ്കർ ആണ്. ഇനി അവിടെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മുടെ വനിതകളുടെ ലോങ് ജമ്പിലും ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിയത് ഒരു മലയാളിയാണ്, ആൻസി സോജൻ ആണ്. അപ്പൊ പുരുഷ ലോങ് ജമ്പും വനിതാ ലോങ് ജമ്പും ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടും കിട്ടുമല്ലോ. അപ്പൊ പുരുഷ ലോങ് ജമ്പിലും വനിതാ ലോങ് ജമ്പിലും ഇന്ത്യക്ക് വെള്ളി മെഡൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷ ലോങ് ജമ്പിൽ ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിക്കൊടുത്തത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? മുരളി ശ്രീശങ്കർ ആണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. കോയിൻസിഡൻസ് ആണെന്ന് അറിയില്ല. നമ്മുടെ വനിതകളുടെ ലോങ് ജമ്പിലും ഇന്ത്യക്കായിട്ട് വെള്ളി മെഡൽ നേടിക്കൊടുത്തത് മലയാളിയായ ആൻസി സോജൻ ആണ്. ഇനി നമുക്ക് അവിനാഷ് സാബ്ലയിലേക്ക് പോകാം. അവിനാഷ് സാബ്ലെ പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയ വ്യക്തിയാണ് അവിനാഷ് സാബ്ലെ എന്ന് പറയുന്നത്. അവിനാഷ് സാബ്ലയുടെ ഈ ഒരു സ്വർണമാണ് ഇന്ത്യയുടെ അത്ലറ്റിക്സിലെ ആദ്യ സ്വർണം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇന്ത്യക്ക് ഈ ഒരു 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് അത്ലറ്റിക്സ് ആണെന്ന് പറയണം എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു അല്ലെ. ഇവിടെ നോക്കിക്കേ, അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം എന്ന് പറയുന്നത് അവിനാഷ് സാബ്ലെ, അതായത് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസില് ഇന്ത്യയുടെ 2023 ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്, അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം ലഭിച്ചത് അവിനാഷ് സാബ്ലെക്കാണ്. അവിനാഷ് സാബ്ലെക്ക് പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലാണ് എന്ത് ലഭിച്ചത്? സ്വർണ്ണ മെഡൽ ലഭിച്ചത്. 8 മിനിറ്റ് 19.50 സെക്കൻഡിലാണ് ഫിനിഷ് ചെയ്ത് റെക്കോർഡോടുകൂടി അവിനാഷ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ഇനി 5000 മീറ്റർ ഓട്ടത്തില് നമ്മുടെ അവിനാഷ് സാബ്ലെക്ക് വെള്ളിയാണ് ഉണ്ടായിരുന്നത്. പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടത്തില് അവിനാഷ് സാബ്ലെക്ക് വെള്ളിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എഴുതണം അവിനാഷ് സാബ്ലെക്ക് ഒരു സ്വർണം ഉണ്ടായിരുന്നു അല്ലെ, അതുപോലെ തന്നെ ഒരു സിൽവർ ഉണ്ടായിരുന്നു. ചിലപ്പോ ചോദിക്കും 19ാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഒരു
വെള്ളിയും അതുപോലെ തന്നെ ഒരു സ്വർണവും നേടിയ താരം ആരാണ്? താഴെ പറയുന്നവയിൽ ആരാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഒരു സ്വർണവും, അത്ലറ്റിക്സിൽ 2 മെഡലുകൾ നേടിയ താരം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു സ്വർണവും ഒരു വെള്ളിയും നേടിയ താരം. നമ്മുടെ അത്ലറ്റിക്സ് നമ്മൾ പറഞ്ഞു, അവിനാഷ് സാബ്ളയ്ക്ക് പുരുഷന്മാരുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ സ്വർണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 5000 മീറ്റർ ഓട്ടത്തില് അവിനാഷ് സാബ്ളയ്ക്ക് എന്തുണ്ടായിരുന്നു? വെള്ളി മെഡലും ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. ഇത് നമ്മൾ പറഞ്ഞല്ലോ. ഇനി വനിതകളുടെ ജാവലിൻ ത്രോ. വനിതകളുടെ ജാവലിൻ ത്രോയില് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. വനിതകളുടെ ജാവലിൻ ത്രോയില് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്ക് വനിതകളുടെ ജാവലിൻ ത്രോയില് സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്തത് അന്നു റാണിയാണ്. അന്നു റാണി. അപ്പൊ 2014 ഏഷ്യൻ ഗെയിംസിൽ അന്നു റാണിക്ക് വെങ്കല മെഡലായിരുന്നു. സോ വെങ്കല മെഡൽ അവിടെ കൊണ്ട് വെച്ചിട്ട് അന്നു റാണി തിരിച്ചു വന്നു ഈ ഒരു സ്വർണ്ണ മെഡൽ എടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി സ്വർണ്ണ മെഡൽ. അപ്പൊ നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയില് ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയത് അന്നു റാണിയാണ്. അന്നു റാണിയാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാം നമ്മുടെ പുരുഷ ജാവലിൻ ത്രോയും കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ പുരുഷ ജാവലിൻ ത്രോയിൽ അല്ലെങ്കിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. നേടിയത് ആരാണ്? നമ്മുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്രയാണ്. 2ാം സ്ഥാനം കിഷോർ ജനയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ നമ്മുടെ അവിടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം, ജാവലിൻ ത്രോ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മൾ നേരത്തെ അമ്പെയ്ത്ത് പറഞ്ഞു, ക്രിക്കറ്റ് പറഞ്ഞു. ഇവിടെ ജാവലിൻ ത്രോയിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? അത് നമ്മുടെ നീരജ് ചോപ്രയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്കായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? അത് അന്നു റാണിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അന്നു റാണിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലെ? ക്ലിയർ ആയല്ലോ ആ കാര്യം? ഇനി നമുക്ക് തിരിച്ചു വരാം. നമ്മൾ അന്നു റാണിയുടെ കാര്യം പറഞ്ഞു. ഇനി വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ, വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തില് ഇന്ത്യക്ക് സ്വർണമാണ് ലഭിച്ചത്. അപ്പൊ ആദ്യമായിട്ട് വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിക്കൊടുത്ത താരം പാരുൾ ചൗധരിയാണ്. പാരുൾ ചൗധരി. പാരുൾ ചൗധരിക്ക് വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ എന്തുണ്ടായിരുന്നു? വെള്ളി മെഡലായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിനാഷ് സാബ്ളെ പോലെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തില് പാരുൾ ചൗധരിക്ക് എന്തുണ്ടായിരുന്നു? സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലേക്ക് വന്നപ്പോൾ അവിടെ വെള്ളി മെഡലാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അതും ചോദിക്കാം. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ 2 മെഡലുകൾ നേടിയ വനിതാ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് പാരുൾ ചൗധരിയാണ്. വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തില് പാരുൾ ചൗധരിക്ക് സ്വർണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസില് പാരുൾ ചൗധരിക്ക് വെള്ളി മെഡൽ ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടം, പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തില് മലയാളി താരം മുഹമ്മദ് അഫ്സലിന് വെള്ളി ഉണ്ടായിരുന്നു കേട്ടോ. പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തില് മലയാളി താരം മുഹമ്മദ് അഫ്സലിന് എന്ത് മെഡൽ ഉണ്ടായിരുന്നു? അവിടെ വെള്ളി മെഡൽ ഉണ്ടായിരുന്നു. ഓക്കെ, പാരുൾ ചൗധരിയുടെ കാര്യം മറക്കരുതേ. പാരുൾ ചൗധരിയുടെ കാര്യം നമ്മൾ എന്താണ് പറഞ്ഞത്? പാരുൾ ചൗധരിക്ക് 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം ഉണ്ടായിരുന്നു. 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിലേക്ക് വന്നപ്പോൾ അത് വെള്ളി മെഡലായി. അടുത്തയാളെ നമുക്ക് പഠിക്കാം. ഗോൾഫില് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസില് ഗോൾഫില് മെഡൽ നേടുകയാണ്. ഗോൾഫില് വെള്ളി മെഡൽ ലഭിച്ചു. അത് നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അദിതി അശോകിനാണ്. അദിതി അശോകിനാണ് ആദ്യമായിട്ട് ഈ പറയുന്ന നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫില് വെള്ളി മെഡൽ ലഭിക്കുന്നത് കേട്ടോ. ഗോൾഫില് വെള്ളി മെഡൽ ലഭിക്കുന്ന. ഇവിടെ നോക്കിയേ, നമ്മുടെ PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെങ്കലവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഷൂട്ടിങ്ങിൽ, ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ ആണ് കേട്ടോ. ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ പുരുഷന്മാരുടെ 10 മീറ്ററിലൊക്കെ നമ്മൾ പഠിച്ചിട്ട് വന്ന പേരാണ് ഐശ്വരി പ്രതാപ് സിംഗ്. അപ്പൊ ഐശ്വരി പ്രതാപ് സിംഗിന് ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഉണ്ടായിരുന്നു. 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഉണ്ടായിരുന്നു ഐശ്വരി പ്രതാപ് സിംഗ് തോമാറിന് കേട്ടോ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് നമുക്ക് ഗോൾഫിൽ എന്ത് ലഭിച്ചു? മെഡൽ ലഭിച്ചു, വെള്ളി മെഡൽ ലഭിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസില് വെള്ളി മെഡൽ, അതായത് ഗോൾഫില് വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? അദിതി അശോക് എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് നമുക്ക് പോകാം.
ടേബിൾ ടെന്നീസ്. നമ്മുടെ പുരുഷ നമ്മൾ നേരത്തെ പറഞ്ഞു മിക്സഡ് ഡബിൾസിൽ അല്ലെ, മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് നമ്മുടെ രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ സഖ്യത്തിന് മെഡലുണ്ട്, സ്വർണ്ണ മെഡലുണ്ട്, നമ്മൾ പഠിച്ചു. ടേബിൾ ടെന്നീസില് ഇത് ടേബിൾ ടെന്നീസ് ആണ്. ടേബിൾ ടെന്നീസില് വനിതാ ഡബിൾസ് ചരിത്രത്തില് ഇന്ത്യക്ക് ആദ്യമായിട്ട് മെഡൽ ലഭിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കായിട്ട് ഈ വെങ്കല മെഡൽ നേടിക്കൊടുത്തത് വനിതാ സഖ്യം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ സുധീർത്ത മുഖർജി, ഐഹിക മുഖർജി. സുധീർത്ത മുഖർജി, ഐഹിക മുഖർജി. അപ്പോ നമ്മുടെ ഏഷ്യൻ ഗെയിംസില് ടേബിൾ ടെന്നീസ് വനിതാ ഡബിൾസില് ഇന്ത്യയുടെ സുധീർത്ത മുഖർജി, ഐഹിക മുഖർജി സഖ്യം വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അപ്പോ ടേബിൾ ടെന്നീസ്, ഏഷ്യൻ ഗെയിംസ് ടേബിൾ ടെന്നീസില് വനിതാ ഡബിൾസ് ചരിത്രത്തില് ഇന്ത്യക്ക് മെഡൽ നേടിത്തു കൊടുക്കുന്ന ആദ്യ വനിതാ സഖ്യമാണ് ഐഹിക മുഖർജി, സുധീർത്ത മുഖർജി എന്ന് പറയുന്ന ഐഹികയും സുധീർത്തയുമാണ് വനിതാ ഡബിൾസില്, ടേബിൾ ടെന്നീസിലെ വനിതാ ഡബിൾസില് ഇന്ത്യക്കായിട്ട് മെഡൽ നേടുന്ന വനിതാ സഖ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ മിക്സഡ് ഡബിൾസിൽ, ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? നമ്മുടെ നേരത്തെ ടെന്നീസ് അല്ല, നമ്മുടെ മിക്സഡ് ഡബിൾസിൽ നമ്മുടെ രോഹൻ ബൊപ്പണ്ണ, അതുപോലെ തന്നെ നമ്മുടെ ഋതുജ ഭോസ്ലേക്ക് മെഡലുണ്ട്, സ്വർണ്ണ മെഡലുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ ടേബിൾ ടെന്നീസിലേക്ക് വന്നപ്പോൾ നമ്മുടെ വനിതാ ഡബിൾസിലേക്ക് വന്നപ്പോൾ നമ്മുടെ ഐഹിക മുഖർജി, അതുപോലെ സുധീർത്ത മുഖർജിക്ക് വെങ്കല മെഡൽ ലഭിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. കണക്ട് ചെയ്ത് ഒരുപോലെ ഇരിക്കുന്ന ടേമുകളും ഒക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഇനി ഏഷ്യൻ ഗെയിംസില് 4x400 മീറ്റർ റിലേയില് ഇന്ത്യക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയില് ഇന്ത്യക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ് ഇവർക്കാണ് പുരസ്കാരം ലഭിച്ചത്. മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്. ഇനി നമുക്ക് വനിതകളുടെയും കൂടി നോക്കാം. വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് വെള്ളിയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റിലേ എടുക്കുവാണ്. റിലേ എടുക്കുമ്പോൾ അവിടെ പുരുഷന്മാരുടെ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. വനിതകളുടെ വിഭാഗത്തിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സിൽവർ മെഡലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വനിതകളുടെ വിഭാഗത്തിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ നേടിക്കൊടുത്തത് പ്രാചി, ഐശ്വര്യ മിശ്ര, ശുഭ വെങ്കടേശ്വരൻ, വിദ്യാ രാമരാജ് ഇവർക്കാണ് ഈ ഒരു ടീം അംഗങ്ങൾ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പ്രാചി, ഐശ്വര്യ മിശ്ര, ശുഭ വെങ്കടേശൻ, വിദ്യാ രാമരാജ് ഇവരടങ്ങുന്ന വനിതാ ടീമിനാണ് നമ്മുടെ ഈ പറയുന്ന വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ ലഭിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു 4x400 മീറ്റർ റിലേയുടെ കാര്യമാണ് പറഞ്ഞത്. പുരുഷ റിലേയിൽ ഇന്ത്യക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു. മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്. ഒന്നുകൂടെ പറഞ്ഞേ, മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്. ഇവർക്ക് 4 പേരും അടങ്ങുന്ന ഈ ടീമിന് എന്തായിരുന്നു? സ്വർണ്ണ മെഡൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേ. ഇനി വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് വെള്ളി മെഡലാണ് ഉണ്ടായിരുന്നത്. പ്രാചി, ഐശ്വര്യ മിശ്ര, ശുഭ വെങ്കടേശൻ, വിദ്യാ രാമരാജ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞ്, പ്രാചി, ഐശ്വര്യ മിശ്ര, ശുഭ വെങ്കടേശൻ, വിദ്യാ രാമരാജ് എന്നിവർക്കാണ് വെള്ളി മെഡൽ ഉണ്ടായിരുന്നത്. ഇനി പുരുഷന്മാരുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. പഠിച്ചു വെച്ചോ, പുരുഷന്മാരുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഫൈനലില് ജപ്പാനെയാണ് പരാജയപ്പെടുത്തിയത്. 1-5 ഗോളുകൾക്കാണ് ജപ്പാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഹോക്കിയിൽ നേടുന്ന 4ാം സ്വർണമാണ്. ഒരു ചോദ്യകർത്താവിന് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നൽകി ഈ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗത്ത് നിന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യം വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്നൊക്കെ ഹോക്കിയെ കുറിച്ച് മുൻപും പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ ഹോക്കിയിൽ ഇന്ത്യയുടെ 4ാമത്തെ സ്വർണ്ണമാണ് 2023 കരസ്ഥമാക്കിയത്. അപ്പൊ മുൻപ് ഏതൊക്കെ വർഷമാണെന്ന് നോക്കിക്കേ. 1966, 98, 2014. ഇപ്പൊ ഇവിടെ ഒന്നും കൂടെ നമ്മൾ എഴുതി ചേർക്കും, 2023. ഓക്കെ, അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര തവണയാണ് ഇന്ത്യക്ക് ഈ ഒരു സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുള്ളത്? അത് 4 തവണയാണ്. ഇന്ത്യ നേടുന്ന 4ാം സ്വർണ്ണം 2023 ലഭിച്ചത്. 66, 98, 2014, 2023. ഓക്കെ, അപ്പൊ ഈ 4 വർഷങ്ങളിലായിട്ട് ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഫൈനൽ 2023 ജപ്പാനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി
പുരുഷന്മാരുടെ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. പുരുഷന്മാരുടെ കബഡിയിൽ ഇറാനെയാണ് പരാജയപ്പെടുത്തിയത്. കബഡിയിൽ ഇറാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇനി നമ്മുടെ വനിതകളുടെ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. വനിതകളുടെ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷ വനിതാ ടീമുകളിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു. നമ്മൾ ക്രിക്കറ്റ് എഴുതി, അതുപോലെ തന്നെ ജാവലിൻ ത്രോ എഴുതി, അതുപോലെ തന്നെ അമ്പെയ്ത്ത് എഴുതി, അതുപോലെ തന്നെ ഇനി എഴുതണം കബഡി. ഓക്കെ, കബഡിയിൽ പുരുഷ വനിത മീൻസ് എന്താ വിഭാഗത്തിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണം ഉണ്ടായിരുന്നു. ഇവിടെ ചൈനീസ് താരങ്ങളെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ വനിതാ ടീം പരാജയപ്പെടുത്തിയത് വനിതാ കബഡിയിൽ. അപ്പോ പുരുഷ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഇറാനെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ കബഡിയിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. നമ്മുടെ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചു എന്ന് നമ്മൾ പഠിച്ചു. രോഹൻ ബൊപ്പണ്ണ, ഋതുജ ഭോസ്ലെ ദൗത്യം അല്ലെ, സഖ്യം. ഇവിടെ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണം നേടിക്കൊടുത്തത് സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യമാണ്. സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യമാണ് നമ്മുടെ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിക്കൊടുത്തത്. അപ്പൊ ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്? സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ഓക്കെ, ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. അത് നേടിക്കൊടുത്തത് സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ഇനി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് നമ്മൾ ബാഡ്മിന്റണിൽ മിക്സഡ് ഡബിൾസ് അതുപോലെ തന്നെ പുരുഷ ഡബിൾസ് പഠിച്ചു. ഇനി പുരുഷ സിംഗിൾസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഇന്ത്യക്ക് വെങ്കലമായിരുന്നു ഉണ്ടായിരുന്നത്. പുരുഷ സിംഗിൾസിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് വെങ്കലമാണ് ഉണ്ടായിരുന്നത്. മലയാളിയായ HS പ്രണോയ്ക്കാണ് അവിടെ വെങ്കലം ഉണ്ടായിരുന്നത്. മലയാളിയായിട്ടുള്ള HS പ്രണോയ്ക്കാണ് അവിടെ വെങ്കലം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കിയാലോ. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് സ്വർണം. സാത്വിക് സായിരാജ് റങ്കിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പുരുഷ സിംഗിൾസിൽ ഇന്ത്യക്ക് വെങ്കലം ഉണ്ടായിരുന്നു. HS പ്രണോയ്ക്കായിരുന്നു വെങ്കലം ഉണ്ടായിരുന്നത്. ഇനി 41 വർഷത്തിന് ശേഷം ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം കിട്ടുന്ന മത്സര ഇനം ഏതാണെന്ന് ചോദിച്ചാൽ ഡ്രസ്സേജ് എക്വിസ്റ്ററിനാണ്. അതായത് അശ്വാഭ്യാസം എന്ന് പറയും. ഡ്രസ്സേജ് ഇക്വസ്റ്ററിനാണ്. ഹൃദയ് ചദ്ദ, ദിവ്യ കൃതി സിംഗ്, അൻഷു അഗർവാല, സുദീപ്തി ഹജേല ഇവരടങ്ങിയ മിക്സഡ് ടീമിനാണ് ഈ ഒരു അശ്വാഭ്യാസത്തിൽ ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്? സ്വർണം ലഭിക്കുന്നത്. 1982 ഈ ഒരു മത്സര ഇനത്തിൽ അവസാനമായിട്ട് ഇന്ത്യക്ക് എന്ത് ലഭിക്കുന്നത്? സ്വർണം ലഭിക്കുന്നത്. 41 വർഷത്തിന് ശേഷം 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഈ ഒരു വിഭാഗത്തിൽ എന്ത് ലഭിച്ചു? സ്വർണം ലഭിച്ചു. ഡ്രസ്സേജ് ഇക്വിസ്ട്രിയന് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു നമ്മുടെ 2023 ഏഷ്യൻ ഗെയിംസിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശമൊക്കെ വൈൻഡപ്പ് ചെയ്യാറായി. നമ്മൾ ഏകദേശമൊക്കെ പഠിച്ചു തീരാറായി. നോക്കിക്കോ, നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം എത്രയാണെന്ന് ചോദിച്ചാൽ 107 മെഡലുകളാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു. 107 മെഡലുകൾ. എത്ര മെഡലുകളാണ്? 107 മെഡലുകൾ. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. നമ്മുടെ ഇന്ത്യക്ക് എത്ര സ്ഥാനമായിരുന്നു എന്ന് ചോദിച്ചാൽ 4ാമത്തെ പൊസിഷൻ ആയിരുന്നു. 4th പൊസിഷൻ ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 107 സ്വർണ്ണ മെഡലുകളോടുകൂടി 4th പൊസിഷനിലായിരുന്നു ഇന്ത്യ എത്തിയിരുന്നത്. ആദ്യത്തെ പൊസിഷൻ ചൈനയായിരുന്നു, 2ാമത്തെ പൊസിഷൻ ജപ്പാൻ ആയിരുന്നു, 3ാമത് ദക്ഷിണ കൊറിയ ആണ്. ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ചൈനയ്ക്ക് 383 മെഡലുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 201 സ്വർണവും 111 വെള്ളിയും 71 വെങ്കലവുമായിരുന്നു ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യക്ക് 107 മെഡലുകൾ. 107 എത്ര സ്വർണം ഉണ്ട്? 28 സ്വർണം ഉണ്ട്, 38 വെള്ളിയുണ്ട്, 41 വെങ്കലമുണ്ട്. 107 സ്വർണ്ണ മെഡലാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. 107 സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 107 മെഡലുകളാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 107 മെഡലുകൾ. അതിൽ എത്ര സ്വർണം ഉണ്ട്? എത്ര സ്വർണം ഉണ്ടെന്ന് ചോദിച്ചാൽ 28 സ്വർണം. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 4ാമത് സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. ഇനി നമ്മുടെ ഈ 19ാമത് ഏഷ്യൻ ഗെയിംസിലെ മെഡലുകൾ അറിയപ്പെടുന്ന പേര് ഷാൻഷുയി എന്നാണ് കേട്ടോ. ഷാൻഷുയി നൽകിയ മെഡലുകളുടെ പേര് ഷാൻഷുയി എന്നാണ്. ഷാൻഷുയി.
നമ്മുടെ പ്രാചീന ചൈനീസ് ചിത്രകലാ രീതിയാണ് ഷാൻഷുയി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷാൻഷുയി എന്ന് ചോദിച്ചാൽ പ്രാചീന ചൈനീസ് ചിത്രകലാ രീതിയാണ് ഷാൻഷുയി എന്ന് പറയുന്നത്. ഹാങ്ചോ നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ ഈ മെഡലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഷാൻഷുയി? നമ്മുടെ ഏഷ്യൻ ഗെയിംസിന്റെ മെഡലുകളാണ്. ഇനി നമ്മുടെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് നമ്മുടെ മലയാള താരം PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. മുൻപ് ചോദിച്ചിട്ടുള്ളത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ചോദിച്ചിട്ടുള്ള സിമ്പിൾ ചോദ്യം, ചൈനയിലെ ഹാങ്ഷുയിൽ വെച്ചിട്ടാണ്. ഇനി 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മള് ഹോക്കി നമ്മൾ പറഞ്ഞു, പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. ക്രിക്കറ്റിലെ 2ലും സ്വർണം ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു അല്ലെ. കബഡിയിൽ നോക്കുവാണെങ്കിലും നമ്മുടെ പുരുഷ കബഡിയിലും അതുപോലെ തന്നെ വനിതാ കബഡിയിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. ഇനി ആർച്ചറി ഇന്ത്യക്ക് സ്വർണം, ബാഡ്മിന്റണിൽ ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു നമ്മുടെ പുരുഷ ഡബിൾസിലും ഒക്കെ അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസിലും ഒക്കെ ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. അത്ലറ്റിക്സിലാണ് ഇന്ത്യക്ക് ഈ പറയുന്നത് പോലെ സ്വർണം ഉണ്ടായിരുന്നു അല്ലെ. അവിനാഷ് സാബ്ലെയാണ് ആദ്യ സ്വർണം അത്ലറ്റിക്സ് നേടിക്കൊടുത്തെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി റോവിങ്, ചെസ്, ഗോൾഫ് ഇതിൽ ഏതെങ്കിലും സ്വർണം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു. ഗോൾഫിൽ ഇന്ത്യക്ക് മെഡൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, സ്വർണ്ണമാണെന്ന് പറഞ്ഞു ഇല്ല. സ്ക്വാഷിൽ ഇന്ത്യക്ക് സ്വർണ്ണമുണ്ട്, ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് സ്വർണ്ണമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് B ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ഈവന്റുകൾ ഇന്ത്യക്ക് എത്ര ഗോൾഡ് മെഡൽ, എത്ര സിൽവർ, എത്ര വെങ്കലം ലഭിച്ചു എന്നുണ്ട്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് 7 സ്വർണ്ണമാണ്. ഷൂട്ടിംഗ് ഇന്ത്യക്ക് 7 സ്വർണം. അത്ലറ്റിക്സിൽ 6 സ്വർണം. ആർച്ചറിയിലേക്ക് വരുമ്പോൾ 5 ആണ്. ആർച്ചറി എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്പെയ്ത്താണ്. സ്ക്വാഷിൽ ഇന്ത്യക്ക് 2 സ്വർണ്ണമുണ്ട്. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 2 സ്വർണ്ണമുണ്ട്. പുരുഷ വനിതാ ടീമുകൾ. കബഡി ഇന്ത്യക്ക് 2 സ്വർണ്ണമുണ്ട്. പുരുഷ വനിതാ ടീമുകൾക്ക് ഇന്ത്യക്ക് സ്വർണ്ണം ഉണ്ടായിരുന്നു കബഡിയിൽ. ബാഡ്മിന്റണിൽ ഇന്ത്യക്ക് 1 സ്വർണ്ണമാണുള്ളത് അല്ലെ. ബാഡ്മിന്റൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ടെന്നീസിൽ ഇന്ത്യക്ക് 1 സ്വർണ്ണമാണുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിസ്റ്റർ നമ്മൾ 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വർണം കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞ ഈവന്റ് ആണ്. ഹോക്കിയിൽ ഇന്ത്യക്ക് 1 സ്വർണ്ണമുണ്ട്, നമ്മുടെ പുരുഷ ടീമിന് സ്വർണം കിട്ടിയത് പറഞ്ഞു. അതിനുശേഷം റോവിങ്ങോ ചെസ്സിന്റെ കാര്യം ഒന്നും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലെ. അത് സ്വർണം കിട്ടിയൊന്നും നമ്മൾ പറഞ്ഞില്ല. ബോക്സിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. സെയിലിംഗിന്റെ കാര്യം നമ്മൾ മെഡൽ കിട്ടിയെന്ന് പറഞ്ഞു, സ്വർണ്ണ മെഡൽ പറഞ്ഞില്ല. വുഷുവോ ഗോൾഫോ അതുപോലെ തന്നെ ബ്രിഡ്ജോ റോളർ സ്കേറ്റിങ്ങോ ടേബിൾ ടെന്നീസോ, ടേബിൾ ടെന്നീസ് നമ്മൾ പറഞ്ഞു വനിതകളുടെ ഡബിൾസ് ടീമിന് എന്താണ് ലഭിച്ചതെന്ന് പറഞ്ഞു, വെങ്കല മെഡലാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. കാനോ സ്പ്രിന്റോ ഈ പറയുന്ന വിഭാഗത്തിലൊന്നും ഇന്ത്യക്ക് എന്തില്ല, സ്വർണ്ണ മെഡൽ ഇല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ ബാഡ്മിന്റണിലൊക്കെ നമ്മുടെ പുരുഷ ഡബിൾസിൽ ഇന്ത്യക്ക് മെഡൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അതാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തത് ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ടീമിനെ ഫൈനൽ നയിച്ചാൽ നമ്മൾ പറഞ്ഞു ഹർമൻപ്രീത് സിംഗ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഐശ്വരി പ്രതാപ് സിംഗ് തോമാർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചു കഴിഞ്ഞു. ഇനിയും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പല രീതിയിൽ വരാം. കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് തന്നെ പോകാവൂ. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് താഴെ കമന്റ് ചെയ്യാം ആ ചോദ്യങ്ങളുടെ ആൻസർ. നമുക്ക് ഇനി അടുത്ത ഒരു പുതിയ വിഷയവുമായിട്ട് വീണ്ടും കാണാം.